വഖഫ് ബിൽ 2025 ആക്ട് നിയമനിർമ്മാണം നിലവിൽ വന്നതു മുതൽ വിശ്വാസികൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥനയിലും നെടുവീർപ്പിലുമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇത്തരം കിരാത നിയമങ്ങൾ ഭരണകൂടം നടത്തുമ്പോൾ പാർലമെൻറ്റിൽ പോലും അഹോരാത്രം ഈ കരുനിയമത്തെ തടഞ്ഞു നിർത്താൻ സഹോദര സമുദായ അംഗങ്ങളായിട്ട് പോലും അതിനുവേണ്ടി ഘോരഘോരം ഗർജിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ പരമോന്നതമായ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഇതര വിഭാഗം അവരുടെ ചീട്ടുകൊട്ടാരങ്ങൾ ഓരോന്നും തകർന്ന് അടിയുമ്പോൾ കപിൽ സിബലിനെ പോലുള്ള ബഹുസ്വരതയും ഇവിടെ ജനാധിപത്യവുമൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്മയുടെ പ്രതീകങ്ങളായ ആ മനുഷ്യർ എത്ര കണ്ടവരെ നന്ദി പറയുകയും അതിലുപരി റബ്ബിന് നാം ഒരുപാട് നന്ദി പറയുകയും വേണം. അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ അത്ര കണ്ട് വിശ്വാസികൾ സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം വീടിനേക്കാളും ഭവനത്തെക്കാളും അവൻ്റെ ഉപജീവന മാർഗങ്ങളെക്കാളേറെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ വിശ്വാസികൾ അത്ര കണ്ട് സ്നേഹിക്കുന്നു. അവരുടെ ജീവനേക്കാളേറെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെയും വഖഫ് സ്വത്തുക്കളെയും അവർ കാണുന്നുണ്ട് സഹോദരങ്ങളെ. മാത്രമല്ല, ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൻ്റെ 40-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദുഹും ബിബഅദ്, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമതു സവാമിഉ വബിയഉം വസ്സലവാതും വമസാജിദുൻ യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. അതുപോലെ പല മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിൻ്റെ നാമം ധാരാളം സ്മരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങളും തകർക്കപ്പെടുമായിരുന്നു. പക്ഷേ അള്ളാഹു ചില മനുഷ്യരെ കൊണ്ട് അതെല്ലാം തടഞ്ഞു നിർത്തുകയായിരുന്നു. ഉദാഹരണമായി, നീതിപീഠത്തിൻ്റെ മുന്നിൽ ഘോരഗർജനത്തോടുകൂടി കപിൽ സിബലിനെ പോലുള്ളവർ പാർലമെൻറ്റിൽ ഇത്തരം കരുനിയമങ്ങൾക്കെതിരെ ഇവിടെ ബഹുസ്വരതയും ഇവിടെ അപരൻ്റെ മതവും ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ നന്മയുള്ള മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, അതുരാലയങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മേഖലകളായ വഖഫിൻ്റെ സ്വത്തുക്കൾ അതൊക്കെയും അള്ളാഹു സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.